കേണൽ ഡേറ്റ സ്ട്രക്ചർ ഫോർ ദ പ്രോസസ്സിനായിട്ടുള്ള കേണലിൻ്റെ ഡേറ്റ സ്ട്രക്ചർ ഏതൊക്കെയാണെന്നുള്ളത് നെക്സ്റ്റ് ടോപ്പിക്ക്. Kernel data structure play important role because they store data about current state of system. New process is created in the system. A kernel data structure is created and store the detail about the process. Kernel data structures സിസ്റ്റത്തിൻ്റെ കറണ്ട് സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതിൻ്റെ എല്ലാ ഇൻഫർമേഷനും സ്റ്റോർ ചെയ്തു. ഒരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അത് കേണൽ ഡേറ്റ സ്ട്രക്ചറിൽ അതിൻ്റെ ഇൻഫർമേഷൻ എല്ലാം സ്റ്റോർ ചെയ്യും, ബാക്കി കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യുകയും ചെയ്യുന്നു. Most of the kernel data structures can be accessed by kernel and its subsystem. Kernel and subsystems ആണ് എല്ലാ ഡേറ്റ സ്ട്രക്ചേഴ്സും ആക്സസ് ചെയ്യുകയും അതിനെ ഉപയോഗിക്കുകയും ചെയ്യുക. Consider a user login into the system. At that time, new process arises. പുതിയൊരാൾ സിസ്റ്റത്തിലോട് ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഒരു പുതിയൊരു പ്രോസസ്സ് ക്രിയേറ്റ് ആവും. ആൻഡ് ദ കേണൽ സ്റ്റോർ ദ ഡീറ്റെയിൽ അബൌട്ട് ദ പ്രോസസ് ഇൻ ദ ഫിസിക്കൽ മെമ്മറി. ആ സമയത്ത് കേണൽ അതിൻ്റെ ഫിസിക്കൽ മെമ്മറി മീൻസ് റാമിൽ അതിൻ്റെ ഇൻഫർമേഷൻ എല്ലാം സ്റ്റോർ ചെയ്യും. പ്രോസസ്സിൻ്റെ ഇൻഫർമേഷൻ എല്ലാം സ്റ്റോർ ചെയ്യുന്നത് റാമിലാണ്. കേണൽ കമ്പോണൻസ്. കേണലിൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണെന്നാണ്. കേണൽ സ്റ്റോർസ് ആൻഡ് ക്രിയേറ്റ് എ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ. കേണൽ ഒരുപാട് ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യുന്നുണ്ട്. സോ it has data about which processes are running in the system, their memory requirement, file use. ഏതെല്ലാം ഇൻഫർമേഷൻസ് ആണ് ഒരു പ്രോസസ്സിന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനാവശ്യമായിട്ടുള്ള മെമ്മറി വേണം, അതിന് വർക്ക് ചെയ്യാൻ വേണ്ടുന്ന ഫയൽ വേണം. ഇതെല്ലാം തന്നെ റൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് കൂടി കേണലാണ് പ്രൊവൈഡ് ചെയ്യുക. ഇതിനെല്ലാം വേണ്ടിയിട്ട് കേണൽ ഇതിൻ്റെ ഇൻഫർമേഷൻസ് എല്ലാം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന 3 ഡേറ്റ സ്ട്രക്ചേഴ്സാണ് പ്രോസസ് ടേബിൾ, ഫയൽ ടേബിൾ ആൻഡ് ഐനോഡ് ടേബിൾ അല്ലെങ്കിൽ ഐനോഡ് ഇൻഫർമേഷൻ. Kernel data structures are maintained using 3 important data structures. These are process table, file table and inode information table. ഇനി കേണൽ ഡേറ്റ സ്ട്രക്ചേഴ്സ് തമ്മിലുള്ള കണക്ഷൻസ് ആണ് ഇവിടെ പറയുന്നത്. കേണൽ ഡേറ്റ സ്ട്രക്ചേഴ്സിൽ പ്രോസസ് ടേബിൾ, ഫയൽ ടേബിൾ, ഐനോഡ് ആൻഡ് വിനോഡ് ടേബിൾസ്. പ്രോസസ് ടേബിൾ കറൻ്റ്ലി എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സുകളുടെ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാനാണ് പ്രോസസ് ടേബിൾ. അതിൽ നിന്നും അതിന് ആവശ്യമായിട്ടുള്ള ഫയലിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യുന്നത് ഫയൽ ടേബിളാണ്. അപ്പോൾ പ്രോസസ് ടേബിളിൽ നിന്ന് ഫയൽ ടേബിളിലോട്ടൊരു ലിങ്ക് ഉണ്ട്, പോയിൻ്റർ ഉണ്ടായിരിക്കും. ദെൻ ഫയൽ ടേബിൾ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം സ്റ്റോർ ചെയ്യുന്നത് ഫയലിൻ്റെതായിട്ടുള്ളതാണ്. ഫയൽ എവിടെയാണ് കിടക്കുന്നത്, ഫയലിൻ്റെ റീഡ് റൈറ്റ് പെർമിഷൻസ്, എക്സിക്യൂഷൻ പെർമിഷൻസ് എല്ലാം സ്റ്റോർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഐനോഡ് ടേബിളിലാണ്. ഐനോഡ് ടേബിളിൽ നിന്ന് ഫയൽ ടേബിളിൽ നിന്ന് ഐനോഡ് ടേബിളിലോട്ട് ലിങ്കും ഉണ്ട്. അപ്പോൾ ഇതാണ് 3 ഡേറ്റ സ്ട്രക്ചർ: പ്രോസസ് ടേബിൾ, ഫയൽ ടേബിൾ ആൻഡ് ഐനോഡ് ടേബിൾ. പ്രോസസ് ടേബിൾ എന്ന് പറയുന്നത് പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് പ്രോസസ്സിൻ്റെ ഇൻഫർമേഷൻസ് എല്ലാം സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡേറ്റ സ്ട്രക്ചറാണ് പ്രോസസ് ടേബിൾ. പ്രോസസ് ടേബിളിൽ എന്തെല്ലാം ഇൻഫർമേഷനാണ് സ്റ്റോർ ചെയ്യുന്നത്? പ്രോസസ് സ്റ്റാറ്റ്, ID, യൂസർ ID, പോയിൻ്റർ, ടൈമർ, ഇത്രയും കാര്യങ്ങളാണ് ഈ പറയുന്ന പ്രോസസ് ടേബിളിൽ സ്റ്റോർ ചെയ്യുന്നത്. പ്രോസസ് table hold information about all the processes running in the system. It is required by kernel. ആണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. These include storage information, execution status, file information, etc. Process also store the other entities like process state യൂസ് ചെയ്യാറുണ്ട്. പ്രോസസ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോസസ് സ്റ്റേറ്റുകളുണ്ട്. നമ്മൾ പ്രോസസ്സിൻ്റെ ഡയഗ്രത്തിൽ പറഞ്ഞതാണ്. ഫോർക്ക് എന്ന് പറയുന്ന പ്രോസസ് സിസ്റ്റം കോളാണ് പ്രോസസ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എൻട്രി പ്രോസസ് ടേബിളിൽ സ്റ്റോർ ചെയ്യുകയും ആ പ്രോസസ് ടേബിളിൽ നിന്നുള്ള ഫയൽ പോയിൻ്റ് യൂസ് ചെയ്ത് പോയിൻ്റ് ചെയ്യുകയും ചെയ്യും. ദെൻ പ്രോസസ് ID എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സുകൾക്ക് ഒരു യുണീക്ക് ആയിട്ടുള്ളൊരു ID കാണും. ദെൻ യൂസർ ID എന്ന് പറയുന്നത് ഏത് യൂസറാണോ അത് ക്രിയേറ്റ് ചെയ്തത് ആ യൂസർ ഐഡിയോട് കൂടിയായിരിക്കും പ്രോസസ്സ് റൺ ചെയ്യുക. ഇറ്റ് ഡിറ്റർമിൻ ദ പ്രിവിലേജ് ടു ദ യൂസർ ഫോർ ദ പർട്ടിക്കുലർ പ്രോസസ്. പോയിൻ്റർ ഈസ് ടു പേജ് ടേബിൾ ഫോർ മാനേജിങ് ദ മെമ്മറി ആൻഡ് ആൾസോ എ പോയിൻ്റർ ടു ദ പ്രോസസ് യു ഏരിയ. യു ഏരിയ മീൻസ് യൂസർ ഏരിയയാണ് യു ഏരിയ എന്ന് പറയുന്നത്.
പോയിൻ്റർ എപ്പോഴും പോയിൻ്റ് ചെയ്യുന്നത് ഫയൽ ടേബിളിലോട്ടും അതുപോലെ യൂസർ ഏരിയ മെയിൻ മെമ്മറിയിലുള്ള യൂസർ ഏരിയയിലോട്ടുമാണ്. ടൈമർ എന്ന് പറയുന്നത് എത്ര ടൈമറാണ് ഓരോ റിസോഴ്സ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ടൈമർ യൂസ് ചെയ്യുന്നത്. ഇറ്റ് യൂസസ് ഫോർ നോയിങ് ഇറ്റ്സ് റിസോഴ്സ് യൂസസ് ഹൗ മച്ച് ടൈം. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് പേജ് ടേബിൾ. പേജ് ടേബിൾ ചെയ്യുന്നത് ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് പ്രോസസ്സാവുന്നത്. പ്രോസസ്സിന് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു ഫയൽ കാണും. ആ ഫയലിനെ പോയിൻ്റ് ചെയ്തേക്കുന്നതാണ് ഫയൽ ടേബിൾ എന്ന് പറയുന്നത്. എ പ്രോസസ് ടേബിൾ ഹാസ് എ പോയിൻ്റർ വിച്ച് പോയിൻ്റ് ടു ദ ഫയൽ ടേബിൾ. ഫയൽ എന്ന് പറയുന്നത് സി പ്രോഗ്രാമാണ് എന്നുണ്ടെങ്കിൽ പ്രോഗ്രാം റിട്ടേൺ ചെയ്തിരിക്കുന്നത് ഒരു ഫയലിലായിരിക്കും. ആ ഫയലിന് റീഡ് റൈറ്റ് കാണും, എക്സിക്യൂഷൻ പെർമിഷൻ കാണും, പോയിൻ്റർ വെച്ചേക്കുന്ന പൊസിഷൻ കാണും, നെക്സ്റ്റ് റീഡ് റൈറ്റ് എവിടെയാണെന്നുള്ളത് കാണും. ഇതെല്ലാം വെച്ചിട്ടാണ് ഒരു ഫയൽ എടുക്കുന്നത്. ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഫയൽ ഓപ്പൺ ചെയ്യണം. ഏത് പൊസിഷനിൽ നിന്നാണ് പ്രോഗ്രാം റീഡ് ചെയ്യാനുള്ളത് അവിടെ പോയിൻ്റർ വയ്ക്കണം. അതിനുശേഷം റീഡ് ചെയ്യണം, അതിനുശേഷം എക്സിക്യൂട്ട് ചെയ്യണം. എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം പ്രോഗ്രാം ക്ലോസ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. ഫയൽ ടേബിൾ ഹോൾഡ് ദ എൻറ്റിറ്റീസ് അബൌട്ട് ആൾ ദ ഫയൽസ് ഇൻ ദ കമ്പ്യൂട്ടർ. ഫയൽ ടേബിൾ എല്ലാ ഫയലിൻ്റെയും ഇൻഫർമേഷൻസ് കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. മൾട്ടിപ്പിൾ പ്രോസസ് യൂസ് ദ സ്മാൾ ഫയൽ. Then they contain the same file information and the file descriptor number. ഫയൽ ഡിസ്ക്രിപ്റ്റർ നമ്പർ എന്ന് പറയുന്നത് ഫയലിൻ്റെ യൂണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്ന നമ്പറാണ് ഫയൽ ഡിസ്ക്രിപ്റ്റർ നമ്പർ. അല്ലെങ്കിൽ നമുക്ക് ആ ഡിസ്ക്രിപ്റ്ററിനെ ഒന്ന് കൺവേർട്ട് ചെയ്ത് ഫയലിൻ്റെ പാത്ത് എന്ന് കിട്ടുകയും ചെയ്യും. The file table entry contain information about the file such as file status, read or write, file offset. File offset specify the position of the next read or write into the file. റീഡ് റൈറ്റ് കാണും, ഫയൽ ഓഫ്സെറ്റ് കാണും. ഫയൽ ഓഫ്സെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫയലിൽ കൾസർ ഇരിക്കുന്ന പ്ലേസിനെയാണ് ഫയൽ ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. റീഡ് ചെയ്യാനോ റൈറ്റ് ചെയ്യാനോ വേണ്ടിയിട്ട് ഫയൽ പോയിൻ്റർ യൂസ് ചെയ്യുന്നതാണ് ശരിക്കും ഫയൽ ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. ഫയൽ ടേബിൾ ആൾസോ കണ്ടെയ്ൻ വി നോഡ് ആൻഡ് ഐ നോഡ് പോയിൻ്റർ വിച്ച് പോയിൻ്റ് ടു ദ വെർച്വൽ നോഡ് ആൻഡ് ഇൻഡെക്സ് നോഡ് റെസ്പെക്റ്റീവ്ലി. ദീസ് നോഡ് കണ്ടെയ്ൻ ഇൻഫർമേഷൻ ഓൺ ഹൗ ടു റീഡ് ദ ഫയൽ. ഒരു ഫയലിനെ എങ്ങനെ റീഡ് ചെയ്യണമെന്നുള്ള എല്ലാ ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്തിരിക്കുന്ന രണ്ട് ടേബിൾസ് അല്ലെങ്കിൽ രണ്ട് ഫയൽസാണ് വി നോഡ് ആൻഡ് ഐ നോഡ്. ഫയൽ ടേബിളിൽ നിന്നും പിന്നെ പോയിൻ്റ് ചെയ്തിരിക്കുന്നത് ഐ നോഡ് ടേബിളിലോട്ടാണ്. വി നോഡ് ആൻഡ് ഐ നോഡ് ടേബിൾ. ബോത്ത് വി നോഡ് മീൻസ് വെർച്വൽ ടേബിൾ ആൻഡ് ഐ നോഡ് മീൻസ് ഇൻഡെക്സ് ടേബിൾ. ഹാർഡ് ഡിസ്കിൽ നമ്മുടെ ഫയലിനെ സ്റ്റോർ ചെയ്ത് വയ്ക്കുമ്പോൾ അത് എവിടെ നിന്നാണ് സ്റ്റോർ ചെയ്യുന്നതെന്നുള്ളതും അതിൻ്റെ കംപ്ലീറ്റ് ഇൻഫർമേഷന് ഒരു ഷെൽഫിൽ നമ്മളൊരു ബുക്ക് സ്റ്റോർ ചെയ്യുമ്പം അതിനൊരു പൊസിഷൻ കൊടുക്കുന്നത് പോലെ നമ്മളൊരു ഇൻഡെക്സ് സ്റ്റോർ ചെയ്തിരിക്കും. ഈ ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ആ ഫയലിനെ കണ്ടുപിടിച്ചെടുക്കാൻ പറ്റും. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഐനോഡ് ഇൻഡെക്സ് ടേബിൾ യൂസ് ചെയ്യുന്നത്. ബോത്ത് വെർച്വൽ node and inode index are related to the storage system of file and the storage mechanisms. ഫയൽ സ്റ്റോറേജിന് വേണ്ടിയിട്ട് സെക്കൻഡറി സ്റ്റോറേജിൽ യൂസ് ചെയ്യുന്ന സംഭവമാണ് നമ്മുടെ ഈ പറയുന്ന ഇൻഡെക്സ് നോഡ്. വി നോഡ് ഈസ് ദ അബ്സ്ട്രാക്ട് കൺസെപ്റ്റ് ദ ഡിസ്ക്രൈബ് ഇൻട്രാക്ഷൻ വിത്ത് ഫയൽ ഡേറ്റ. ഫയൽ ഡേറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അബ്സ്ട്രാക്ട് കൺസെപ്റ്റാണ് വി നോഡ് എന്ന് പറയുന്നത്. ആൾ മാനിപ്പുലേഷൻ ലൈക്ക് ക്ലോസ് ഫയൽ ഓപ്പൺ ഫയൽ ഡൺ ബൈ വി നോഡ് ഒബ്ജക്റ്റ്. വി നോഡാണ് ഫയൽ ഓപ്പണും ക്ലോസും പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. പ്രത്യേകിച്ച് വേറൊരു കാര്യമുള്ളത് വി നോഡ് ഇൻഫർമേഷൻ സ്റ്റോർ ഇൻ ദ മെയിൻ മെമ്മറി റാമിലാണ് വി നോഡ് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുക. നെക്സ്റ്റ് ഐ നോഡ് ഡേറ്റ സ്ട്രക്ചർ ഗീവ് ഇൻഫർമേഷൻ അബൌട്ട് ദ ഫയൽ ഓർ ഡയറക്ടറി. ഫയലിനെയോ ഒരു ഡയറക്ടറിയെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്തേക്കുവാണ് ഐ നോഡ് എന്ന് പറയുന്നത്. ദ ഇൻഫർമേഷൻ ലൈക്ക് ദ ലൊക്കേഷൻ ഓഫ് ദ ഡിസ്ക് ബ്ലോക്ക് where the file is stored, time at which the file change last, owner of the file, access permission, read write etc. ഒരു ഫയൽ ഐനോഡ് ഇൻഡെക്സ് നോഡിൽ
സ്റ്റോർ ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് ഏത് ലൊക്കേഷൻ, ഏത് ബ്ലോക്കിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്, ലാസ്റ്റ് ചേഞ്ച് ചെയ്ത സമയം എപ്പോഴാണ്, ഫയലിൻ്റെ ഓണർ ആരാണ്, ഫയലിൻ്റെ പെർമിഷൻസ് എന്തൊക്കെയാണ്, ഈ പറയുന്ന ഇൻഫർമേഷൻസാണ് ഫയലിനെ കുറിച്ചുള്ളത് ഐനോഡ് ടേബിളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇനി വേറൊരു പ്രത്യേകതയുള്ള ഐനോഡ് ഇൻഫർമേഷൻ ഈസ് സ്റ്റോർ ഇൻ ദ സെക്കൻഡറി സ്റ്റോറേജ്. നമ്മുടെ ഹാർഡ് ഡിസ്ക് പോലുള്ള ഒരു പെർമനൻറ്റ് സ്റ്റോറേജ് ഏരിയയിലാണ് നമ്മുടെ ഐനോഡ് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുക. വിനോഡ് എന്ന് പറയുന്ന ഒരു ടെമ്പററി ആയിട്ടുള്ള അബ്സ്ട്രാക്റ്റ് കൺസെപ്റ്റാണ്. ഡയറക്ടറി ഈസ് ദ നെയിം given to the inodes. Directory is in the form of parent and each of its children. List of file names and the corresponding inode numbers are stored in the directory entry. ഡയറക്ടറി എൻട്രിയിലാണ് ഈ പറയുന്ന എല്ലാ ഇൻഫർമേഷൻസും സ്റ്റോർ ചെയ്യുക.